പട്ടം മെഡിട്രീന ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് കാർഡിയാക് സർജൻ ഡോക്ടർ ആർ മഹാദേവൻ. ഡോക്ടർ, ഒരാൾക്ക് ഹൃദയാഘാതം ഉണ്ടായാൽ എത്ര സമയത്തിനകം എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കേണ്ടതിന്റെ ഒരു പ്രാധാന്യം എത്രമാത്രമാണ്? എപ്പോഴും നമ്മൾ പറയുന്നത് ഒരു ഗോൾഡൻ അവർ ആഫ്റ്റർ ആൻ അറ്റാക്ക് എന്നാണ് പറയുന്നത്. ഒരു സുവർണ അവസരം ഈ ഫസ്റ്റ് മണിക്കൂറിലാണ് നമ്മളത് പ്രയോജനപ്പെടുത്തേണ്ടത്. ഈ ഒരു മണിക്കൂർ ഒരു ഹൃദയാഘാതം വന്നതിന് ശേഷം ഒരു മണിക്കൂറിനകം നമ്മൾ ഒരു കാത്ത് ലാബ് അല്ലെങ്കിൽ ഒരു ICU ഉള്ള ഒരു ആശുപത്രിയിൽ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ നമുക്ക് രക്ഷപ്പെടുത്താൻ ഒരു 99% ചാൻസ് ഉണ്ട്. ഒരു 1% ചാൻസേ ഉള്ളൂ ഇങ്ങനെ നമുക്ക് ജീവനൊരു ദോഷം വരാനുള്ള ഒരു സാധ്യത. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മണിക്കൂറിനകം എന്തുകൊണ്ട് കൊണ്ടുവരണം എന്ന് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഓരോ മിനിറ്റിലും ഈ ഹൃദയത്തിന്റെ മസിലിൽ ഒരു ഡാമേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മിനിറ്റിൽ ചിലപ്പോൾ ഒരു 20 ഗ്രാം അല്ലെങ്കിൽ 30 ഗ്രാം മസിലാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ഈ 30 ഗ്രാം നഷ്ടപ്പെട്ട മസിൽ പോയതാണ്, അത് പിന്നെ തിരിച്ചു വരത്തില്ല. നമ്മൾ എന്ത് ചെയ്താലും ഇതിന്റെ പ്രവർത്തനം തിരിച്ചു വരത്തില്ല. അപ്പോൾ എത്രയും മസിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും രോഗിക്ക് അത് ഒരു അംഗവൈകല്യം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. സോ ഇതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക, ഈ ക്ലോട്ട് അല്ലെങ്കിൽ ഈ തടസ്സം അലിഞ്ഞു പോകാനുള്ള മരുന്ന് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞൊരു പ്രക്രിയയുണ്ട്. അത് ചെയ്ത് ഈ ഹാർട്ടിന്റെ രക്തക്കുഴലിൽ അടഞ്ഞുപോയ രക്തക്കുഴലിൽ വീണ്ടും തുറക്കുകയും ഈ രക്തോട്ടം പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു ഇത് ചെയ്താൽ നമുക്ക് രോഗിയെ സേവ് ചെയ്യാൻ പറ്റും. ഡോക്ടർ, ഈ രോഗിയെ ഒരു ഡോക്ടറുടെ മുന്നിൽ എത്തിക്കുന്നതിന് മുൻപ് ഒപ്പമുള്ളവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രാഥമിക ശുശ്രൂഷ നൽകാൻ സാധിക്കുമോ? അതെ, കൂടെയുള്ള ഇപ്പോ കാണുന്ന ചിലപ്പോൾ ഭാര്യയായിരിക്കാം, ചിലപ്പോൾ ഭർത്താവായിരിക്കാം, ചിലപ്പോൾ കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ വളരെ ക്ലോസ് റിലേറ്റീവ്സ് ആയിരിക്കും. വീട്ടിൽ വെച്ചായിരിക്കും ഹൃദയാഘാതം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൾസ് ഫീൽ ചെയ്ത് നോക്കണം. ഈ പൾസ് ഫീൽ ചെയ്യുമ്പോൾ പൾസ് ശരിക്ക് പ്രവർത്തിക്കുന്നു, BP ഉണ്ട്, ഈ രോഗിക്ക് അബോധാവസ്ഥ ഒന്നും വന്നിട്ടില്ല എന്ന് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് രോഗിയെ ആശുപത്രിയിൽ ഒരു കിടക്കുന്ന നിലയിലാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. രണ്ടാമതായിട്ട്, ഇപ്പോൾ ഹൃദയം സ്തംഭിച്ചു പോയി അല്ലെങ്കിൽ ഹാർട്ട് സ്റ്റോപ്പ് ചെയ്തു പോയി, പൾസ് കിട്ടുന്നില്ല, നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എക്സ്റ്റേണൽ കാർഡിയാക് മസാജ് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഈ ഹൃദയത്തിന്റെ ഇടതുവശത്ത് നമ്മൾ കംപ്രഷൻ കൊടുക്കുക. ഈ കംപ്രഷൻ കൊടുക്കുന്നത് നിർത്താൻ പാടില്ല. ഒരു മിനിറ്റിൽ ഒരു 30 തൊട്ട് 35 പ്രാവശ്യമെങ്കിലും ഈ എക്സ്റ്റേണൽ മസാജ് ചെയ്തിട്ട് വേണം ഈ രോഗിയെ ആശുപത്രിയിൽ ഷിഫ്റ്റ് ചെയ്യാൻ. ഇതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഹൃദയം ചിലപ്പോൾ നമ്മൾ ആശുപത്രിയിൽ വരുമ്പോൾ നമുക്ക് റിവൈവ് ചെയ്യാൻ പറ്റും, പക്ഷേ ബ്രെയിനിൽ ഡാമേജ് വന്നു പോയാൽ ഈ രോഗിക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ബ്രെയിൻ ഡാമേജ് നമുക്ക് റിവേഴ്സിബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ ഈ എക്സ്റ്റേണൽ കംപ്രഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിലേക്ക് ഉള്ള സർക്കുലേഷനാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നത്. ബ്രെയിനിലേക്കുള്ള രക്തോട്ടം സ്തംഭിച്ചു പോയാൽ ആള് ഒരു വെജിറ്റബിളായി നമുക്ക് എക്സിസ്റ്റൻസ് വരും. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സ്റ്റേണൽ കംപ്രഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് റെസസിറ്റേഷൻ. ഇത് ചെയ്യുന്നത് എപ്പോഴെന്ന് വെച്ചാൽ ഹൃദയം സ്റ്റോപ്പായി ഹൃദയസ്തംഭനം വന്നതിന് ശേഷമേ ചെയ്യാവൂ. അതിനാണ് പൾസ് ഫീൽ ചെയ്ത് നോക്കുക, രോഗി കോൺഷ്യസ് ആണോ എന്ന് നോക്കിയതിന് ശേഷമേ നമ്മൾ ഇതിൽ ഏർപ്പെടാൻ പാടും. ഡോക്ടർ, നെഞ്ചുവേദനയുമായി എത്തുന്ന ഒരാളെ ഏതൊക്കെ പരിശോധനകൾക്കാണ് വിധേയമാക്കാറുള്ളത്? അതെ, നെഞ്ചുവേദനയായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഡ്യൂട്ടി ഡോക്ടർ അവിടെ ഇരിക്കുന്ന ആള് പൾസ്, BP, അങ്ങേരുടെ കോൺഷ്യസ്നെസ് ലെവൽ, സാച്ചുറേഷൻ, ഓക്സിജന്റെ അളവ് നോക്കും. ഇതെല്ലാം മെയിൻറ്റൈൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് രക്തത്തിൽ ട്രോപ്പോണിൻ I എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ഉണ്ട്. ഇത് ചെയ്ത് നോക്കും, ഇത് അറ്റാക്ക് ആണോ ഏതാണോ എന്നുള്ളത്. പിന്നെ ഒരു ECG, ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ECG എടുത്ത് നോക്കും. ECG എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അതിൽ വന്നിരിക്കുന്ന വ്യതിയാനങ്ങൾ ഒരു ഹാർട്ട് അറ്റാക്കിന് ഒരു ഇൻഡിക്കേഷൻ തരുന്നുണ്ടോ ഇല്ല. അപ്പൊ ഇൻഡിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒന്നുകിൽ ICUവിൽ കിടത്തുക, അല്ലെങ്കിൽ സ്ട്രേറ്റ് അവേ കാത്ത് ലാബിൽ കിടത്തി ഒരു ആൻജിയോഗ്രാഫി ടെസ്റ്റിന് ഈ രോഗികളെ വിധേയമാക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്ലോക്ക് എവിടെയാണ്, ഈ ഹൃദയത്തിന്റെ ഏത് ഭാഗത്താണ് ഈ അനക്കക്കുറവ് കാണുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ രക്തക്കുഴല് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഒരു പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന ഒരു പ്രക്രിയയിൽ കൂടെ നമുക്ക് ഈ രക്തക്കുഴൽ തുറക്കുകയും ഈ രക്തോട്ടം വീണ്ടും സ്ഥാപിക്കുകയും നമുക്ക് ഈ രോഗിയെ സേവ് ചെയ്യാനും പറ്റുന്ന ഒരവസ്ഥ.